അങ്ങനെ ഇവാൻ വുക്കോവിനോവിച്ച് എന്ന പരിശീലകന്റെ കണ്ടറിൽ തുടർച്ചയായ മൂന്നാം തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കാൻ ഒരുങ്ങുകയാണ്. സീസണിന്റെ സെക്കൻഡ് ഹാഫിൽ ഒട്ടും പ്രോമിസിംഗ് അല്ലാത്ത ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ കണ്ടത്. 2 വിജയങ്ങൾ മാത്രം കരസ്ഥമാക്കി അതിലൊന്നാകട്ടെ ദുർബലരായ ഹൈദരാബാദ് എഫ്സിക്കെതിരെ. എന്നിരുന്നാലും ഫുട്ബോൾ എന്ന ഗെയിം അത്ഭുതം നിറഞ്ഞത് തന്നെയാണ്. അഡ്രിയാൻ ലൂണ, ഡാമൻഡോസ് തുടങ്ങിയ സ്റ്റാർ പ്ലേയേഴ്സിന്റെ തിരിച്ചുവരവിൽ ടീമും ആരാധകരും പ്രതീക്ഷയിൽ ഏറെയാണ്. പ്ലേ ഓഫിൽ ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് 11-ൽ അനിവാര്യമായ മാറ്റങ്ങളും പല പൊസിഷനിലും താരങ്ങളെ പരീക്ഷിക്കാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. വൺസ് അഗെയിൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം. ആദ്യം തന്നെ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് കടക്കാം. അവസാന 2 മത്സരങ്ങളിൽ കരഞ്ജിത്തിന് പകരം ബ്ലാസ്റ്റേഴ്സ് വല കാത്തത് ലാറ ശർമ്മയാണ്. ഡീസന്റ് പെർഫോമൻസ് ആണ് താരം പുറത്തെടുത്തതും. സേവ് പെർസെൻറ്റേജും അത്യാവശ്യമുണ്ട്. എന്നാൽ പ്ലേ ഓഫിൽ അതും എക്സ്പീരിയൻസ്ഡ് ആയ റോയ് കൃഷ്ണ, മൗറീഷ്യോ തുടങ്ങിയ സ്ട്രൈക്കേഴ്സിനെതിരെ എക്സ്പീരിയൻസ്ഡ് ആയ കരഞ്ജിത്തിന് തന്നെയാകും അവസരം കൊടുക്കാൻ ഇവാൻ തയ്യാറാകുന്നത്. ലാറ ശർമ്മയെ ഇവാൻ വുക്കോവിനോവിച്ച് ഈ ഗെയിമിൽ പ്രിഫർ ചെയ്യുന്നത് ശരിക്കും ഒരു ബെറ്റ് തന്നെയാണ്. ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും ഡ്രിങ്കിച്ചും സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യതയേറെ. നവാച്ച സിംഗിന്റെ സസ്പെൻഷനാണ് വിംഗ് ബാക്സിലെ ഓപ്ഷനിലേക്ക് നോക്കാൻ അവസരമൊരുക്കുന്നത്. ഹൈദരാബാദ് എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ എക്സ്പെരിമെന്റ് ആണ് ഹോർമിപ്പ മാസെ റൈറ്റ് ബാക്ക്. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്തു. ഹോർമി കുറച്ചുകൂടി ഫിസിക്കലായ വിങ്ങിൽ ഒഡീഷ ഡിഫൻസിനെ പൂട്ടാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അങ്ങനെ വന്നാൽ ലെഫ്റ്റ് ബാക്ക് റോളിൽ നമുക്ക് സന്ദീപ് സിംഗിനെ കാണാം ഒരു പക്ഷേ. എന്നാൽ റൈറ്റ് ബാക്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ തന്നെയാകണം ഇവാൻ പ്രിഫർ ചെയ്യുന്നത്. പ്രീതം കോട്ടാൽ ഓർ പ്രബീർ ദാസ്. പേഴ്സണലി ഹോർമിപ്പം തന്നെയാണ് എൻ്റെ റൈറ്റ് ബാക്ക് ചോയ്സ്. പിന്നീട് പിവോട്ടിൽ ജീക്സൺ സിംഗിനോടൊപ്പം ബിപിൻ മോഹനും എത്തും. എന്നാൽ ഇവിടെ ഡാനിഷ് ഫാറൂഖിൻ്റെ പ്ലേസും തള്ളിക്കളയാനാകില്ല. ടെക്നിക്കലി ബ്രില്യൻ്റ് അല്ലെങ്കിൽ പോലും മിഡ്ഫീൽഡിൽ ഇന്റർസെപ്ഷൻസും ത്രൂ ബോൾസ് കട്ട് ചെയ്യുന്നതിലും ഏറെ മുന്നിൽ തന്നെയാണ് ഡാനിഷ് ഫാറൂഖ് എന്ന ഈ പ്ലെയർ. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന്റെ വർക്ക് റേറ്റ് എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെയുള്ള ഗെയിമിൽ 90 മിനിറ്റും വർക്ക് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡ് എഞ്ചിനെയാണ് ഏറെ കോച്ചുമാരും പ്രിഫർ ചെയ്യുന്നതും. പല പൊസിഷനുകളിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറേ മത്സരങ്ങൾ കൊണ്ട് സൗരവ് മണ്ഡൽ രാഹുൽ കെപിയുടെ സ്ഥാനം ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അത്ര ഇമ്പാക്ട് ഗെയിമുകളിൽ സൗരവ് കൊണ്ടുവരുന്നുണ്ട്. രാഹുൽ കെപിയെ പലതവണയും നമ്മൾ ഒരു ഡിഫൻസീവ് വിങ്ങർ എന്ന രീതിയിലാണ് കാണുന്നത്. ഓടി ഇറങ്ങി വന്ന് ഡിഫൻസീവ് വർക്ക് കൃത്യമായി ഇദ്ദേഹം ചെയ്യാറുമുണ്ട് ഗെയിമുകളിൽ. എന്നാൽ ടീം ഒരു വിങ്ങറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏറെയും അറ്റാക്കിംഗ് ഔട്ട്പുട്ട് തന്നെയാണ്. കൂടാതെ ബോക്സിലെ ഡിസിഷൻ മേക്കിങ്ങും രാഹുൽ കെപിയുടെ മോശമായി പല ഇൻസ്റ്റൻസിലും തോന്നി. ഒരു ഗോൾ നേടുക എന്ന ലക്ഷ്യത്തോടെ പല പാസിംഗ് ഓപ്ഷൻസും ഷൂട്ട് ചെയ്ത അവസരം നഷ്ടമാക്കുന്നത് പോലെ പേഴ്സണലി തോന്നി. അഡ്രിയാൻ ലൂണയുടെ വരവാകും കളിയുടെ ടേണിംഗ് ഫാക്ടർ. എന്നാൽ ഇഞ്ചറിൽ നിന്ന് റിക്കവറായ ലൂണയെ ഇവാൻ വുക്കോവിനോവിച്ച് എന്ന പരിശീലകൻ 11-ലേക്ക് പെട്ടെന്ന് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നത് ആശങ്ക തന്നെയാണ്. ഒരു ഫോറിൻ സെന്റർ ബാക്കിനെ ഇറക്കി ഫെഡോർ, ഡാമൻഡോസ്, ലൂണ ട്രയോയുടെ ഗെയിമിലും ആരാധകർ സ്വപ്നം കാണുന്നുണ്ട്. അമിത പ്രതീക്ഷകളില്ലാതെ എന്നാൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാകും ആരാധകരും ടീമും ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നത്. കുറേ നാൾ വീഡിയോ ഇല്ലാതിരുന്നതിൽ എല്ലാവരോടും ഒരു ചെറിയ സോറി. പണ്ട് തന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.